എറണാകുളം അമ്പലമുകൾ HOC പ്ലാന്റിൻ്റെ സമീപവാസികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നതായി പരാതി. പ്ലാന്റിൽ നിന്ന് പുക ഉയർന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. വിഷപ്പുക കാരണമുള്ള ബുദ്ധിമുട്ട് പ്രദേശത്തെ ജനങ്ങളെ നിത്യരോഗികളാക്കുകയാണെന്നാണ് ആക്ഷേപം. അമ്പലമുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, നേരത്തെ തന്നെ സമീപവാസികൾ ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് അമ്പലമുകളാണ് പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന ഈ മാലിന്യങ്ങൾ, അതുപോലെ ഈ വിഷപ്പുക, ഇതൊക്കെ സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന ആരോപണമുണ്ട്, ആക്ഷേപമുണ്ട്. അത് ബന്ധപ്പെട്ടവർ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണോ ഇപ്പോൾ വീണ്ടും പരാതിയുമായി നാട്ടുകാർ എത്തിയിരിക്കുന്നത്? എന്തൊക്കെ പരാതികളാണ് അവർ ഉന്നയിക്കുന്നത്? എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? സുധീഷ്. അനിൽ നമ്പ്യാർ, ഇവിടുത്തെ ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള, അതായത് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് ഇവരെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിക്കുക. ഏറ്റവും പ്രധാനമായും BPCL-ഉം HOC-യും പ്രവർത്തിക്കുന്നതിൻ്റെ നടുവിൽ അവിടെ ഒരു ബഫർ സോൺ പോലും ഇല്ലാതെ യഥാർത്ഥത്തിൽ ബഫർ സോൺ ഉണ്ടാവേണ്ട പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. എന്നാൽ ഇവരുടെ ഭൂമി ഏറ്റെടുക്കാനോ ഇവരെ ഇവിടെ നിന്നും പുനരധിവസിപ്പിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അത് കാരണമാണ് ഇവർ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഓരോ വർഷവും പല തവണയാണ് ഇത്തരത്തിൽ വിഷപ്പുക ശ്വസിച്ചും ഇല്ലെങ്കിൽ മലിനമായ കുടിവെള്ളം ഉപയോഗിക്കേണ്ടി വന്നു എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇവിടുത്തെ പലരും നിത്യരോഗികളായി മാറിക്കഴിഞ്ഞു. പലരോടും ഡോക്ടർമാർ പറഞ്ഞത് മറ്റു മരുന്നുകൾ കൊണ്ട് ഗുണമില്ല, ഇവിടെ നിന്നും മാറി താമസിക്കുക മാത്രമാണ് ജീവിക്കാനുള്ള ഏക പോംവഴി എന്ന തരത്തിലാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അതിന് വേണ്ടി വിവിധ ബന്ധപ്പെട്ട വകുപ്പുകളെയും അധികാരികളെയും എല്ലാം സമീപിക്കുമ്പോൾ അവർക്ക് തീർത്തും നിഷേധാത്മകമായ ഒരു പ്രതികരണമാണ് ഇന്നുവരെയും കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ കേസ് നടക്കുകയാണ്. ഹൈക്കോടതി നേരത്തെ ഇവരെ മാറ്റി താമസിപ്പിക്കണമെന്ന തരത്തിലുള്ള ഉത്തരവിട്ടതുമാണ്. എന്നാൽ അതിലൊന്നും കൃത്യമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായില്ല. രാജീവ് നിയമസഭ മന്ത്രി, വ്യവസായ മന്ത്രി രാജീവ് അത് സംബന്ധിച്ച് നിയമസഭയെ പറയുകയും ചെയ്തു. കോടതി അലക്ഷ്യത്തിനുള്ള കേസും നിലനിൽക്കുന്നു എന്നത് നിയമസഭയെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യവുമാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രധാനമായും അലർജിയും ശ്വാസം മുട്ടലും ഛർദിലും മറ്റും ഈ പുക ശ്വസിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നു. അതിന് ഇന്നലെയും 2 പേർ ആശുപത്രിയിൽ പോയി. നിരവധി പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇതിന് പരിഹാരം കാണാനുള്ള മറ്റ് ഒരു പോംവഴിയും ഇല്ല എന്ന സാഹചര്യം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരിലേക്ക് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നതിൽ തന്നെ ഒരു ചുമല വട്ടം വരച്ച ആ പ്രദേശം, അതാണ് ഈ ഇത്തരം ഫാക്ടറികൾക്ക് നടുവിലായി ആ പ്രദേശത്താണ് 42 കുടുംബങ്ങൾ 9.5 ഏക്കറിലായി താമസിക്കുന്നത്. അവിടേക്ക് ഇവരെ താമസിപ്പിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നതല്ല എന്നത് വിവിധ വകുപ്പുകൾ തന്നെ കണ്ടെത്തിയതാണ്, വിവിധ പരിശോധനകൾ ഇവിടെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ അതിലേക്കുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ദുരവസ്ഥ. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിക്കുക, എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അമ്മേ ഇവിടെ ഇപ്പം കഴിയേണ്ടി വരുന്നത്? ഞങ്ങൾക്ക് എന്നും ഈ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടും ഛർദിലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇവിടെ കുടിവെള്ളമില്ല. കുടിവെള്ളത്തിലാണെങ്കിലും എല്ലാം മലിനമാകപ്പെട്ടതാണ്. ഞങ്ങൾ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കി. ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 80 പേരെ പരിശോധിച്ചതിൽ 40 പേരോളം ശ്വാസകോശ രോഗമുള്ളവരാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കളക്ടർ 6-ാം വാർഡ്, ഇത് 16-ാം വാർഡാണ്, വടവോട് പുത്തൻകുരിശിൻ്റെ 6-ാം വാർഡിൽ പോയി അവർ പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ യഥാർത്ഥ റിപ്പോർട്ട് അട്ടിമറിക്കുകയായിരുന്നു. യഥാർത്ഥ റിപ്പോർട്ട് എന്താണ് ഇതിലുള്ള നിങ്ങൾക്കുള്ള ഒരു പോംവഴി കാണാനുള്ള എന്താ നിർദ്ദേശം വെക്കാനുള്ളത്? ഞങ്ങളുടെ യഥാർത്ഥ പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അപകടകരമായ രീതിയിലാണ്. എന്നാൽ ഈ 2 കമ്പനിയുടെ 4 മതിൽക്കെട്ട് ഞങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു റോഡെന്ന് പറഞ്ഞാൽ ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അപകടം പറ്റിയ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല. ഇന്നലെ ഉണ്ടായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന വിഷപ്പുകയാണ്. ആ വിഷപ്പുക മൂലം ഞങ്ങൾ 2 ആളുകളും വേറെ പലർക്കും ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 2 പേരെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇന്നലെ പറ്റുകയുള്ളൂ. അത് തന്നെ അവർ ICUവിൽ ഇപ്പോൾ കിടക്കാൻ ഒരാൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരേ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ 2 കമ്പനിയാണ് ഇടപെടേണ്ടത്. സർക്കാർ ഇടപെടിക്കണം 2 കമ്പനിയെ കൊണ്ട്. ഒരു അപകടം പറ്റിയാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ 2 കമ്പനിയുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ
ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള എത്രയും പെട്ടെന്ന് നടപടികൾ ഈ അധികാരികളിൽ നിന്ന് ഉണ്ടാവണം. ഇവിടുത്തെ MLA ഇടപെടണം, ഇവിടുത്തെ കളക്ടർ ഇടപെടണം, ഇവിടുത്തെ മറ്റുള്ള ജനപ്രതിനിധികൾ എല്ലാവരും കൂടി നിന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നോക്കുക. ഈ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക, ഞങ്ങളെ ഈ പ്രായമായ കാരണന്മാരെ രക്ഷപ്പെടുത്തുക. ഞങ്ങളായാലും ഈ പ്രായം ഇത്രയൊക്കെ ആയി ഞങ്ങൾക്ക്, ഇനി ഞങ്ങൾക്ക് ഉള്ള ലക്ഷ്യം ഞങ്ങൾ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാതെ അതുങ്ങളെ ഞങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗം കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു മാർഗ്ഗം ഞാൻ കണ്ടെത്തി തരിക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് തീരുമാനമാണ്. ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലാസ്റ്റ് വന്നു നിൽക്കുന്നത് ഈ 3 ആഴ്ച സമയം കൊടുത്തിരിക്കുന്നത്, ഈ 3 ആഴ്ചക്കുള്ളിൽ ഇവിടുത്തെ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത് ഈ ജനങ്ങളെയും ഈ 2 കമ്പനിയും ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തൊരു തീരുമാനം ഉണ്ടാക്കി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടത്തി കിട്ടുക എന്നാണ് പറയുന്നത്. ഇതിന്റെ നിരവധി തവണ പോരാട്ടങ്ങളൊക്കെ നടത്തി പോകുമ്പോഴും യഥാർത്ഥത്തിൽ ഇവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റു പലരെയും വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇവരുടെ യഥാർത്ഥ പ്രശ്നം ഒരിക്കലും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നിരവധി പോരാട്ടങ്ങളാണ് നടത്തി, അതിനെക്കുറിച്ചും ഇവിടുത്തെ ആൾക്കാർ തന്നെ വിശദീകരിക്കും. ഏതൊക്കെ രീതിയിലുള്ള നടപടികളാണ് നിങ്ങൾ ഈ ഒരു നീതിക്ക് വേണ്ടി തേടിയിട്ടുള്ളത്? ഞങ്ങളിവിടെ പഞ്ചായത്തിൻ്റെ അടുത്തും എല്ലായിടത്തും നമ്മളിത് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം കൊടുത്തതാണ്, രേഖകൾ സഹിതം കൊടുത്തതാണ്. പക്ഷേ ഇവർ ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മളെ ഒന്നും ഉൾപ്പെടുത്താറില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജനകീയ സമിതി 13 വർഷം മുമ്പ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായത്. നേരത്തെ ഒരു ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലം എടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിട്ട് ചർച്ചയ്ക്ക് പോയത് വേറെ 2 മെമ്പർമാരാണ് പോയത്. അവർ പറഞ്ഞു നിങ്ങളുടെ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ വാക്കൗട്ട് നടത്തി ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ ഈ സാധനം ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ തന്നെ. അതിനു മുമ്പ് ഇവിടെ നേരത്തെ ഒരു മൊത്തം ഇതിനകത്ത് 2 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള ആൾക്കാർ പ്രസിഡന്റ് കൺവീനറും സെക്രട്ടറി ആയിട്ടിരുന്നു. അവരെല്ലാവരും സമരം പാതി വഴിയിലിട്ടിട്ട് പോവുക സമരം. അതുകൊണ്ടാണ് ഞങ്ങൾ പോരാട്ടം ഞങ്ങൾ തന്നെ പാവപ്പെട്ടവരാണെങ്കിലും നല്ലൊരു പൈസ പിരിച്ചാണ് ഹൈക്കോടതി വരെ എത്തിച്ചത്. ഈ പോരാട്ടം ഞങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് മാത്രമല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറയാൻ കാരണം ഇത് കമ്പനി അടിച്ചു തന്ന ഒരു സാധനമാണ്. ഈ കമ്പനി അടിച്ച് തന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവയർനെസ് തന്നെയാണ് സാധനം. ഈ അവയർനെസ്സിൽ അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത് വാതക ചോർച്ച ഉണ്ടായാൽ എന്ന് പറയുന്നത് വാതക ചോർച്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ വാതക ചോർച്ച ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള അവയർനെസ് തന്നതാണ്. ഇത് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ക്ലാസ് അവിടെ വെച്ച് നിർത്തിയത്. ഒരു തവണ FSCTയിൽ വെച്ചും 2ാമത്തെ തവണ ഈ അടുത്തിടയ്ക്ക് ചോസിറകത്ത് വെച്ചും അത് ക്ലാസ് എടുത്തത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ നിതീഷ് സാറാണ്. നിതീഷ് സാറിനോട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് അത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ക്ലാസ് ഇവർ നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന് ഇത് ക്ലാസ് ഉദ്ഘാടനം ചെയ്യേണ്ട ആളെ ക്ലാസ് അവയർനെസ് തന്നെ ആളെ ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു വിടാൻ പോയി. ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് പറഞ്ഞത് ഇത് വാതക ചോർച്ച ഉണ്ടായാൽ പരിഭ്രാന്തരാകരുത്, നിങ്ങൾ ഇതിന് കുറുകെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഇത് ഓടുക, ലംബമായി നീങ്ങുക എന്നൊക്കെ. ഈ 4 വശം ഇത്രയും വലിയ മതിൽ കെട്ടിയിട്ടാണ് ഞങ്ങളെങ്ങനെ ഓടും? ഇത് അവർ കാണിച്ചു തന്നാൽ മതി. ഇവരുടെ ടൗൺഷിപ്പും ഇവരുടെ പിള്ളേരെയും എല്ലാം ഇവർ 10 കിലോമീറ്റർ അപ്പുറം കൊണ്ടുവന്ന് നല്ല വായു ശ്വസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുക. BPCLൻ്റെ ഇതുപോലെ തന്നെ അവിടെ വാതക ചോർച്ച ഉണ്ടായപ്പോൾ അവരുടെ പിള്ളേരെയും അവരുടെ ക്വാർട്ടേഴ്സും വണ്ടിപ്പേട്ട കൊണ്ടുവന്ന് വെച്ചാണ്. HOCയുടെ ടൗൺഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പനത്ത് വെച്ചാണ്. ഈ കമ്പനിയിലൊരു അപകടം ഉണ്ടായി. ഇന്നലെ തന്നെ ഞങ്ങൾ ഇത്രയും പേര് ആ സമയത്ത് അവിടെ കിടന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ ഉണ്ടായില്ല. ഒരു ആംബുലൻസ് എടുക്കാനുള്ള ആളുണ്ടായില്ല അവിടുന്ന് HOCന്ന്. അവരുടെ ആൾക്കാർ അവിടെ സുഖമായിട്ട് ടൗൺഷിപ്പിലിരുന്ന് സീരിയൽ കണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ ഇവിടെ അടുത്തല്ല അവരുടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോഴും അത് അട്ടിമറിക്കുമല്ലോ. മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് അട്ടിമറിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കല്ലേ, ഞങ്ങളുള്ള അസുഖത്തിൽ കൂടുതൽ ഇത് ഞങ്ങൾ പേടിപ്പിക്കല്ലേ, ഞങ്ങളിപ്പോൾ തന്നെ അസുഖബാധിതരാണെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം മെഡിക്കൽ ക്യാമ്പ് അവർ റിഫൈനറിയുടെ അപ്പുറത്തുള്ള സ്ഥലത്ത്, അതായത് മാസമായിട്ട് നടത്താനുള്ള പരിപാടിയായിരുന്നു ഒത്തിരി ആൾക്കാരെ. അപ്പോൾ ശതമാനം കുറയ്ക്കാമല്ലോ. ഞങ്ങൾ പറഞ്ഞു അയ്യങ്കുഴി കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് പറഞ്ഞാണെങ്കിൽ ഇവിടെ നടത്തണമെന്ന് പറഞ്ഞു. ഇവിടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ 85 പേര് പങ്കെടുത്തതിൽ ഭൂരിഭാഗം ആൾക്കാർ അല്ല. അതിന് മുമ്പ് തന്നെ ഞാൻ തീവസ്ഥാലി കഴിക്കുന്ന എൻ്റെ കൊച്ചിന് ശ്വാസം മുട്ടുണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്ന അന്ന് പറഞ്ഞ് ഇവിടുന്ന് മാറിപ്പോക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാധനം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ COPD എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഇന്നാൾ നടന്നതാണ്. COPD എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷ മലിനീകരണം മൂലം ഉണ്ടാകുന്ന അസുഖം. ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് അവർ അവിടെ സമാന്തര പഠനം നടത്തിയിട്ട് അത് ഇടയ്ക്ക് കയറ്റി വെച്ചത്. അത് കളക്ടറേറ്റിൽ ചർച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞത് അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്നാണ് പറഞ്ഞത്. ക്ലറിക്കൽ മിസ്റ്റേക്ക് അതിനൊക്കെ കോടതി കൊടുക്കുന്ന ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാൻ പാടുണ്ടോ?
അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ ഇത്. നേരത്തെ ഇവിടെ ഒരു കാറ്റലിസ്റ്റ് വീണു, വെള്ളപ്പൊടി വാരി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈ MLA ചോദിച്ചത് ഇവരോട്, ഞങ്ങളുടെ അന്ന് ഇവിടെ MLA വന്നപ്പോൾ MLA ചോദിച്ചതാണ് അതെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സിലിക്കയാണ്. ആകാശത്ത് നിന്ന് സിലിക്ക വീഴുന്ന അത്ഭുത പ്രതിഭാസം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ പല അത്ഭുതങ്ങളും നടക്കും. മാജിക്കാരാണ് ഞങ്ങളിവിടെ. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പുക വിടുന്നു, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് 9 ഏക്കറിലും മതിൽ കെട്ടുന്നു. ഇതെല്ലാം മാജിക്കാരാണെന്നാണ് ഇപ്പോൾ പറയണത്. എന്താണ് ചേട്ടാ, എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇപ്പം ജീവിക്കുന്നത്? വളരെയേറെ ബുദ്ധിമുട്ടുന്നു. കാരണം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുവഴി പണ്ടൊരു ബസ് റൂട്ട് ഉണ്ടായിരുന്നതാണ്. ആ ബസ് റൂട്ട് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്നുള്ള ഒരു തോടുണ്ടായിരുന്നു, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തോടിൻ്റെ ഒരു ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്തൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ മതിൽ കെട്ടി അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്നപ്പോൾ പലർക്കും തലവേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടപ്പോൾ അതിൽ സെക്രട്ടറിക്ക് വളരെയധികം ശ്വാസതടസ്സവും പ്രശ്നങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ഞങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അന്തരീക്ഷം മുഴുവൻ പുകപടലമായിരുന്നു. ആ പുകപടലം കണ്ട് ഉടൻ തന്നെ ഈ സമീപവാസിയായിട്ടുള്ള മറ്റൊരാൾക്ക് ഛർദി അനുഭവപ്പെടുകയും ഞങ്ങളെല്ലാവരും തന്നെ ഉടൻ തന്നെ കമ്പനിയുടെ ഗേറ്റിലേക്ക് ചെല്ലുകയും കമ്പനി അധികൃതരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവർ അത് കേൾക്കാൻ തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരും ശക്തമായിട്ടുള്ള പ്രതിഷേധം മൂലം അവർക്ക് നമ്മുടെ അടുത്ത് വരികയും ശേഷം നമ്മളായിട്ട് സംസാരിക്കാൻ അവർക്ക് തയ്യാറാവുകയും നിങ്ങളെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം, തൽക്കാലം നിങ്ങളെ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും കമ്പനിയുടെ വണ്ടി, അതായത് ഏതൊരു കമ്പനികൾക്കും അവരുടേതായുള്ള ആംബുലൻസ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ആ ആംബുലൻസ് സൗകര്യങ്ങളൊന്നും തന്നെ വിട്ടുതരാതെ അമ്പലമേട് CIയുടെ നിർദ്ദേശപ്രകാരം ഒരു ആംബുലൻസ് ഞങ്ങൾക്ക് തരികയും ആ ആംബുലൻസിലാണ് ഞങ്ങൾ ഇന്നലെ പോയി ഈ ചികിത്സ തേടിയത്. അപ്പോൾ അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം ഞാൻ വിദേശത്ത് കുറച്ചു കാലം ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് തന്നെ വിദേശത്ത് റുവൈസ് റിഫൈനറി എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഏതാണ്ട് 45 കിലോമീറ്റർ ബസ്സിൽ സഞ്ചരിച്ചിട്ട് വേണം നമ്മൾ ആ റിഫൈനറിൽ ജോലിക്ക് പോകണമെങ്കിൽ. ഇവിടെ നമുക്ക് നടന്നു പോകാം. കാരണം നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ ഞങ്ങളുടെ വീടുകളാണ് ഈ പരിസരത്ത് കാണുന്നതെല്ലാം. ഈ ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന വീടുകളാണ്. ഈ മതിലിൻ്റെ നേരെ ഏതാണ്ട് 50 മീറ്റർ പോലും ദൂരമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇന്ന് ഞങ്ങളെല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം പറയാം. എൻ്റെ അനിയൻ ഇപ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറി താമസിച്ചു. കാരണം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ വസിക്കാൻ സാധ്യമല്ല എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തതിൻ്റെ പേരിൽ അവരെല്ലാം മാറി താമസിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ടൊരു ജനകീയ സമിതി ഇതിൻ്റെ പ്രതിഷേധവും ഇല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് ഈ ജനകീയ സമിതിയുടെ പ്രസിഡന്റ് കൂടി നമ്മളോടൊന്ന് സംസാരിക്കും. ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു പോരാട്ടം തുടരുന്നത്? ഞങ്ങൾ 14 വർഷം മുപ്പാട് ഇവിടെ ഇദ്ദേഹം സംസാരിച്ച പോലെ ഈ ജനപ്രതിനിധികളിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയക്കാരിൽ നിന്നോ നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ പോയി സംസാരിക്കുകയും ചില നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ സ്വയം ഒരു തീരുമാനമെടുക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു ജനകീയ സമിതി രൂപവൽക്കരിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അന്ന് മുതലും ഇന്ന് വരെ ഇരിക്കുന്നത് ഞാനാണ്. സെക്രട്ടറി ഒരു ബൈപ്പാസ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ആക്സിഡൻറ്റിൽ അവിടെ ആശുപത്രിയിൽ ഇതുവരെ ഡിസ്ചാർജ് ആവാതെ കിടക്കുകയാണ്, ICUവിലാണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് ഞങ്ങളത് രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും എല്ലാ പോരാട്ടം ഇപ്പോൾ ഏത് ഘട്ടത്തിൽ? നിയമ പോരാട്ടം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു, ഈ പ്രദേശം ഏറ്റെടുക്കണമെന്നും പുനരധിവസിപ്പിക്കണമെന്നുള്ള ദേവൻ രാമേന്ദ്രൻ്റെ ഒരു നല്ലൊരു വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായി. അദ്ദേഹം നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രതിപാദിക്കുന്നുണ്ട് ഓരോ റിപ്പോർട്ടിലും. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് യാതൊരു റെസ്പോണ്ടും കിട്ടുന്നില്ല. അവിടെ സർക്കാർ അത് ചീഫ് സെക്രട്ടറിയുടെ ചുമതല കൊടുക്കുകയും ചീഫ് സെക്രട്ടറി കളക്ടറെ ചുമതലപ്പെടുത്തുകയും കളക്ടറുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലുള്ള കുറേ മെഡിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് പോലുള്ള കീറാമുട്ടികൾ ഇട്ടുകൊണ്ട് നമ്മൾ പരീക്ഷിക്കുന്ന ഒരവസ്ഥയായിട്ട് എത്തുകയാണ് ഉണ്ടായത്. അതിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് വന്നപ്പോൾ വീണ്ടും സർക്കാർ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ് ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.
ഇതിലിപ്പോൾ ഈ ജനങ്ങളെല്ലാം തന്നെ ഏക പ്രതീക്ഷ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുക, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടലിലൂടെ ഇവർക്ക് നീതി ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം, ഇവർക്ക് ഈ വിഷയം സുരേഷ് ഗോപിയുടെ മുമ്പിലൊന്ന് എത്തിച്ചാൽ സംസ്ഥാന സർക്കാർ കാട്ടുന്ന ഈ ഒരു അവഗണനയ്ക്ക് പരിഹാരം ആകും എന്നത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് ഒന്ന് ചോദിക്കാം. എന്താണ് ഇനി ഒരു പരിഹാരമായിട്ട് നിങ്ങൾ കാണുന്ന മാർഗം? ഞങ്ങളുടെ ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് സുരേഷ് ഗോപി സാർ ഇനി മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം സാറായിട്ട് എടുത്തു തരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഞങ്ങളെ ഉപേക്ഷിച്ചു. പിന്നെ അതുപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ രണ്ട് കക്ഷികളും ഇവിടെ ഞങ്ങളുടെ ഇന്നലെ ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഞങ്ങളുടെ ഈ ലോക്കലിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഞങ്ങളെ രാത്രി 2 മണിയോളം അവിടെ ഇരുന്നിട്ട് ഈ ലോക്കലിൽ നിന്ന് പോലും ഒരു മനുഷ്യൻ ഞങ്ങളെ അന്വേഷിച്ച് വന്നില്ലെന്നുള്ളതാണ്. ആകെ വന്നത് ഞങ്ങളുടെ മെമ്പർ മാത്രമാണ്. ഒരാൾ പോലും ഞങ്ങളെ ഇന്ന് വരെ ഞങ്ങൾ ഇത് മുട്ടാത്ത വാതിലുകളില്ല. 40 വർഷമായിട്ട് ഞങ്ങളിത് നിരന്തരം ഓരോ മാറി മാറി വരുന്ന ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും പുറകെ ഞങ്ങൾ നീതി നേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ MLA നല്ല രീതിയിൽ ഈ കാര്യം പ്രസൻറ്റ് ചെയ്തതാണ്. നമ്മുടെ സബ്മിഷന് മറുപടിയായിട്ട് നമ്മുടെ മിനിസ്റ്റർ രാജീവ് സാറും കൂടി ഇതിനെ ഒരു തീരുമാനം എടുക്കാൻ, പൊല്യൂഷൻ്റെ റിപ്പോർട്ട് വരട്ടെ, ഇത് ഹൈക്കോടതിയിലിരിക്കുന്ന കേസല്ലേ എന്ന് പറയുകയും അതിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ വയ്ക്കുകയും അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, 2 റെഡ് കാറ്റഗറി പെട്ട, ഒന്ന് കെമിക്കലും ഒന്ന് പെട്രോളുമാണ്. ഇതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുന്ന ഈ ആൾക്കാരെ എന്ത് സുരക്ഷയാണ് അവർക്ക് അവിടെ കൊടുക്കാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യമേ തന്നെ അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ജലസ്രോതസ് അടച്ചു, ഞങ്ങളുടെ വാഹനം പോകുന്ന ബസ് റൂട്ട് ഉണ്ടായിരുന്ന 2 എണ്ണം അതടച്ചു. അതെല്ലാം ഈ റിഫൈനറിക്കാരാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ മതിൽ. ഇതിലേക്കൂടെ ഞങ്ങൾക്ക് സുഖകരമായിട്ട് വരുവും പോവുകയും ചെയ്യായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് അമ്പലമുള്ള വരെ പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിടണം, അവിടെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകണമെങ്കിൽ പോലും ഈ സമയത്ത് ഇപ്പോൾ കണ്ടില്ല ഇവിടെ ഇത്രയും വിജനമായിട്ട് കിടക്കും. ഈ 2 മതിലുകളുമാണ്. ഇതിനിടയിൽ കൂടിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇത്തവണ ഇലക്ഷൻ ബഹിഷ്കരിച്ചു. 30 പേരെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതാണ്. പക്ഷേ എന്ത് അറിയിച്ചിട്ടും ഇവിടെ 2 ജനപ്രതിനിധികളും MLA ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കാര്യത്തിനകത്ത് വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രഷർ ഉണ്ടായിരിക്കും. പ്രതിഷേധിച്ചവരോടെയും പ്രതികാര നടപടി കാട്ടിയില്ലേ? പ്രതിഷേധിച്ചവരോട് പ്രതികാരം അങ്ങനെ ആയിട്ട് ഇല്ല. പക്ഷെ ഇപ്പൊ പൊതുവെ ഞങ്ങളോട് കാണിക്കുന്നത് പ്രതികാര നടപടി തന്നെയാണ്. അതിന് ജോലിക്ക് കയറ്റാതെ മറ്റും പലരെ കയറ്റാതിരുന്നു. അത് എന്തായാലും ഈ വിഷയം ഗുരുതരമായിട്ടുള്ള ഈ വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ പെടുത്തുമെന്ന ഉറപ്പ് അവർക്ക് നൽകുക. നേരത്തെ ആ സ്ത്രീ പറഞ്ഞതുപോലെ 2 റെഡ് കാറ്റഗറികളുടെ നടുവിൽ ഭയചകിതരായി കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ല. ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ പുനരധിവാസം. പക്ഷേ അതിന്മേലും സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം, അതുണ്ടാകും എന്ന ഒരു ഉറപ്പ് അവർക്ക് നൽകുക. എറണാകുളം അമ്പലമുകൾ HOC പ്ലാന്റിൻ്റെ സമീപവാസികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നതായി പരാതി. പ്ലാന്റിൽ നിന്ന് പുക ഉയർന്നതിന് ശേഷമാണ് ബുദ്ധിമുട്ട് ഉണ്ടായത്. വിഷപ്പുക കാരണമുള്ള ബുദ്ധിമുട്ട് പ്രദേശത്തെ ജനങ്ങളെ നിത്യരോഗികളാക്കുകയാണെന്നാണ് ആക്ഷേപം. സുധീഷ് ഗോപാലാണ് അമ്പലമുകളിൽ നിന്ന് ഈ റിപ്പോർട്ട് നൽകിയത്.